എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. 22 വർഷത്തെ പ്രശസ്ത സേവനത്തിന് ശേഷം ജോലിയിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകൻ ഹരീഷ് കുമാർ അവറുകൾ അദ്ദേഹം ഈ വർഷം അധ്യാപന ജീവിതത്തോട് വിട പറയുകയാണ്. അദ്ദേഹവുമായി സംവദിക്കാൻ കുറച്ച് സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ധന്യ നിമിഷമായി ഞാൻ കരുതുന്നു. പ്രേക്ഷകർക്ക് വേണ്ടിയും നമ്മുടെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും കുറച്ച് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. 22 വർഷത്തെ സേവനത്തിന് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ജോലിയിൽ ആത്മാർത്ഥതയും വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും സത്യസന്ധതയും പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നു? തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും ആലോചിക്കാറ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയാണെങ്കിൽ രസമാണ് ആയിരിക്കുമല്ലോ എന്നൊരു കാഴ്ചപ്പാടുണ്ടാവും. അത് ആ രീതിയിൽ തന്നെ കുട്ടികളോട് വളരെ ഇടപഴകിയിട്ടും അവരെ ക്ലാസ് റൂമുകളിൽ മാക്സിമം അവരെ എടുക്കുന്ന പാഠഭാഗം തന്നെ വളരെ സന്തോഷകരമായ രീതിയിൽ അവർ ഹാപ്പി ആയിട്ടൊക്കെ അവസ്ഥയിലും അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ തീർച്ചയായും എനിക്ക് വലിയ സന്തോഷം തോന്നുന്ന നിമിഷം തന്നെയാണ് ഓരോ സമയം വിരമിക്കുമ്പോൾ തോന്നുന്നത്. ഓരോ സമയം. നിങ്ങൾ ആദ്യം ഈ സ്കൂളിലാണ് വർക്ക് ചെയ്തത്? അതെ അതെ. അപ്പോൾ അന്ന് നിങ്ങൾ ഞാൻ നിങ്ങളെ സീനിയറായിരുന്നു. നിങ്ങൾ വളരെ കർക്കശമായൊരു സ്വഭാവം, ഞാൻ പറയുന്നത് കുട്ടികളോടല്ല മറ്റ് അധ്യാപകരോടൊക്കെ വളരെ ഗൗരവത്തിലായിരുന്നു നിങ്ങളുടെ ഇടപഴകലൊക്കെ. അത് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പം ഒരു മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കാരണം അതെന്തായാലും ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ പുതിയ മനുഷ്യനാകുക എന്ന് പറയുന്ന പോലെ ഒരു മനുഷ്യനെ മാറ്റുന്നത് അദ്ദേഹത്തിന് അനുഭവങ്ങളാണ്. അപ്പോൾ നേരത്തെ എനിക്ക് ഉണ്ടായ അനുഭവം നിന്ന് വ്യത്യസ്തമായിട്ട്, കാരണം നേരത്തെ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ സജീവ ഒരു പ്രവർത്തകനായിട്ട് വളരെ സജീവമായിട്ട് വളരെ കർക്കശമായിട്ടുള്ള ആ കാഴ്ചപ്പാട് അതെന്നെ ആകർഷിച്ച ഒരു പ്രത്യയശാസ്ത്രമാണ്. അതോടൊപ്പം തന്നെ ആ പാർട്ടീൻ്റെ ആ സംഭവങ്ങളും ആ കർക്കശങ്ങളും കാര്യങ്ങളും. പിന്നെ ഇടക്കാലത്ത് ഞാൻ കുറച്ചുകൂടെ വീട്ടിലെ, അതായത് വിവാഹത്തിന് ശേഷം വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ, അങ്ങനെ കുടുംബം അങ്ങനെ സംഭവങ്ങളും പിന്നെ ഉണ്ടാകുന്ന ഇടക്ക് പാർട്ടിയിൽ ഉണ്ടായ ചില സാങ്കേതികമായിട്ട് വിഭാഗീയ പ്രശ്നങ്ങളും അതൊക്കെ എന്നെ മനസ്സിന് ബാധിക്കുകയും അങ്ങനെ ഞാൻ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടീൻ്റെ വക്താവ് അല്ലാതെ ഒരു സ്വതന്ത്രമായിട്ടൊരു പ്രവർത്തനത്തിലേക്ക് പോകാൻ വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു വെളിച്ചം മനസ്സിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ സ്നേഹമാണ് ഏറ്റവും മനുഷ്യന് വേണ്ടത് എന്ന് തിരിച്ചറിവാണ്. അത് പാർട്ടിയിലുള്ളവരുള്ളതുകൊണ്ട് സ്നേഹം ഇല്ല എന്നുള്ളതല്ല, അതിലുപരിയായിട്ട് ജാതി മത വർഗ വ്യത്യാസമല്ലേ, രാഷ്ട്രീയ വ്യത്യാസമല്ലേ, എല്ലാവരും സ്നേഹിക്കാം. അതെൻ്റെ മനസ്സിലേക്ക് വന്നപ്പം കുറച്ചുകൂടെ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തിന് സ്വയം മാറ്റിയെടുത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗം ഒരു ശത്രുവായിരുന്നില്ല എല്ലാവരോടും. അപ്പോൾ അന്ന് ആ പാർട്ടിയിൽ പ്രവർത്തിച്ചതിൻ്റെ കുറേ കാര്യങ്ങൾ ഗുണങ്ങളും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും ഒരു വല്ലാതെ അന്ധമായ ഒരു പ്രത്യേക രീതിയിലേക്ക് ഓവറായിട്ട് ചില കാര്യത്തിലേക്ക് നമ്മൾ ഒഴുകിപ്പോയി വന്നൊരു സംശയം പിന്നീട് ഇടക്കാലത്ത് എനിക്ക് ഉണ്ടാവുകയും അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ട ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത്. ഞാൻ വിലയിരുത്തുന്നത് നിങ്ങളെങ്ങനെയാണ് വിലയിരുത്തുന്നത് എനിക്കറിയില്ല, ഞാനെങ്ങനെയാണ് സ്വയം വിലയിരുത്തുന്നത്. നിങ്ങൾ ആദ്യം മുതലേ ഈ ബോധന രീതിയിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു സ്കൂളിൽ. ആ രീതിയാണ് പിന്നീട്, അന്ന് അതിനെ പലരും വിമർശിച്ചിരുന്നു. കുട്ടികളെ അടിക്കുന്നില്ല, കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല, വഴക്ക് പറയുന്നില്ല. അപ്പം പഠനത്തിൽ പ്രത്യേകമായ രീതിയാണ് നിങ്ങൾ അന്നേ 2004 മുതലേ നിങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ അത് പിന്നീട് നമ്മൾ മീറ്റിങ്ങിലും പ്ലസ് 2 മീറ്റിങ്ങുകളിലൊക്കെ അത് തന്നെയാണ് ശരി, അത് തന്നെയാണ് വേണ്ടതെന്ന് തോന്നി. അപ്പോൾ അത് ആദ്യം നിങ്ങളെ മനസ്സിന് തോന്നിയത് ചെറുപ്പത്തിലുണ്ടായ അനുഭവം കൊണ്ടാണോ? കുട്ടികൾക്കും അതേ അനുഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്? അതെ, തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു പാർട്ടി പ്രവർത്തനം, കാരണം ഞാൻ 1990-ലാണ് ഗുരുവായൂരപ്പൻ കോളേജ് ബിരുദം അന്ന് ഞാൻ പാസ്സായിട്ടില്ല. അപ്പോൾ 90-ന് ശേഷമാണ് ഞാൻ ഈ CPM ആയിട്ട് എൻ്റെ ഒരു ഗ്രൂപ്പ് മെമ്പറും പാർട്ടി മെമ്പർഷിപ്പൊക്കെ വരുന്നത്. അപ്പോൾ അതിലൊരു ബാലസംഘം എന്ന് പറഞ്ഞൊരു കുട്ടികളെ ഒരു സമാന്തര വിദ്യാഭ്യാസ രീതിയിൽ
കുട്ടികളോട് പാട്ടൊക്കെ പാടി അങ്ങനെ സമാന്തര വിദ്യാഭ്യാസത്തിൻ്റെ സംഭവങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്തിട്ട് ആ രീതിയിൽ പാട്ടിലൂടെയൊക്കെ പിന്നെ കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു സംഭവമാണ് എനിക്ക് സത്യത്തിൽ വാസ്തവത്തിൽ എനിക്ക് കുട്ടികളായിട്ട് അധ്യാപകരുടെയും വരാനുള്ള ഒരു പ്രചോദനം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടായിരിക്കും ഞാൻ ആ രീതി ഫോളോ ചെയ്തുകൊണ്ട് കുട്ടികളെ പിന്നെ മുഷിപ്പിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളെ ഇഷ്ടമില്ലാത്ത ഒരു അധ്യാപനാവരുത്, അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, അതായത് അധ്യാപകൻ്റെ രൂപം ഒരു ഇഷ്ടമുള്ള രൂപം ആദ്യം മനസ്സിൽ പ്രതിഷ്ഠിക്കുക, എങ്കിലേ ആ കുട്ടികൾക്ക് അധ്യാപകൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു ചിന്ത ഉണ്ടാവും എന്നൊക്കെ ഒരു ബോധം ആണ് ഞാൻ ആ ഇതിലേക്ക് പിന്നെ ക്ലാസ് എടുത്തത്. ക്ലാസ് എടുക്കാതെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയും, പഠിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മൾ പഠിക്കാൻ സഹായിക്കുന്ന രീതിയിൽ പലപ്പോഴും ചില ക്ലാസ്സുകൾ പരാജയപ്പെട്ടു പോയാൽ പോലും എങ്കിലും ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് വീണ്ടും ഞാൻ എൻ്റെ ഈ കുട്ടികളോടൊത്ത് എന്നെ കളിച്ച് രസിച്ച് പഠിക്കുന്ന രീതിയിലേക്കാണ് രീതിയാണ് അവതരിപ്പിക്കാറ്. പിന്നെ മറ്റൊരു ചോദ്യം, 2005-06 ഒരു കാലഘട്ടത്തിൽ 2004 നിങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഹിന്ദി നിങ്ങൾ എടുക്കാറുണ്ടായിരുന്നു, പിന്നെ മറ്റു വിഷയങ്ങൾ എടുക്കാറുണ്ട്. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു തീരുമാനമെടുത്ത് ഞാൻ ഹിന്ദി മാത്രമേ പഠിപ്പിക്കുള്ളൂ. പക്ഷെ അത് ഇവിടെ വലിയ കുറച്ച് വിവാദമൊക്കെ ആയിരുന്നു, മറ്റ് വിഷയങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തോന്നലും അതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദി എടുക്കുന്ന എനിക്കും മറ്റു വിഷയങ്ങൾ എടുക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഹിന്ദി മാത്രം എടുത്താൽ മതി. അപ്പോൾ അത് എന്തുകൊണ്ടാണ് മറ്റു വിഷയങ്ങൾ നമ്മൾ എടുക്കണ്ട എന്ന് ഉള്ളൊരു കർശന നിലപാട് എടുക്കാനുള്ള കാരണം? അത് ഓരോ അധ്യാപകരും നമ്മളെ സ്കൂളുകളിൽ കാരണം പഠിക്കാൻ വേണ്ടി ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള സംഭവം. അതിപ്പോൾ നമ്മൾ പാട്ട് തീരെ അറിയാത്ത ഒരാൾ ഒരു ജഡ്ജ്മെൻ്റ് എടുക്കുകയാണ്. ജഡ്ജ്മെൻ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനൊരു പാട്ടുകാരനല്ല, പാട്ടിന് പറ്റും, എന്നോട് പറയാം അന്ന് ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അത് എനിക്കറിയില്ല. അതേപോലെ തന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് ഹിന്ദിയാണ് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചത്, പിന്നെ സയൻസുമാണ്. ഈ സോഷ്യൽ സംഭവങ്ങളൊന്നും പഠിച്ച് അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ കുട്ടികളോട് പറയുമ്പോൾ നമുക്ക് രസം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഗുണകരമല്ല എന്ന ഒരു തിരിച്ചറിയേണ്ട ഭാഗമായിട്ട് ഹിന്ദിയാണ്, ഞാൻ ഹിന്ദീൻ്റെ ക്വാളിഫൈഡാണ്, ഹിന്ദി എടുക്കുള്ളൂ എന്ന രീതിയിലാണ്. പിന്നെ ചില പ്രത്യേക സാഹചര്യം കൊണ്ട് ചില വിട്ടുവീഴ്ചകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് പറയുന്നതോടൊപ്പം ഞാൻ എടുത്തിട്ടും ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഞാൻ കൂടുതലും എന്താണോ നമ്മളെ കഴിവ്, കാരണം വെച്ചാൽ ഫിസിക്സാണ് ഞാൻ എടുക്കും. സോഷ്യൽ എന്നുള്ള സംഭവത്തിലൂടെ ഞാനിപ്പോൾ മാർക്കസ് പഠിക്കുന്ന തന്നെ യോസിൻ്റെ ക്ലാസ്സിന് സയൻസിൻ്റെ ഒക്കെ ഞാൻ ക്ലാസ് കേൾക്കാറ്. ഞാൻ BSc ഫിസിക്സ് കഴിഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ അറിയാത്ത കാര്യം നമുക്ക് അത് ആ ഒരു രീതിയല്ലാണ്ട് വേറെ ഒരു സംഭവം. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ, അതായത് കുട്ടികളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സ്പോർട്സിലായാലും അതേപോലെ ജനറൽ നോളജ്, അതൊക്കെ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒക്കെ തുടക്കട്ടത് നിങ്ങളാണ്, അതിൻ്റെ ഒക്കെ തുടക്കട്ടത്. അതായത് ചോദ്യോത്തരപ്പെട്ടി നിങ്ങളുടെ ഒരു ആശയമാണ്, അതിപ്പോഴും ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2004 നിങ്ങൾ കൊണ്ടുവന്ന ആ ആശയം ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അതേപോലെ ഫുട്ബോൾ ടൂർണമെൻറ്റ്, അങ്ങനെയുള്ള പല മാറ്റങ്ങളും ഈ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സമയത്ത് ഹിന്ദി മാത്രം പോരാ, ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം, അത് നിങ്ങൾക്ക് ആളുള്ള എനർജി എവിടെ നിന്ന് കിട്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ? വാസ്തവത്തിൽ അത് നമ്മൾ കൂടുതൽ നമ്മൾ കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കളിയൊക്കെ നമ്മളെ മനസ്സിലുണ്ട്, അത് നമുക്ക് ഇഷ്ടമുള്ളതാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞ മാർക്ക്, ഏറ്റവും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു സോഷ്യൽ. അത് എന്തുകൊണ്ടും അങ്ങനെയായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ, കാരണം എനിക്ക് പിന്നെ SSLC ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഒരു ഫിസിക്സാണ് 48 മാർക്ക് കിട്ടുന്നത്, കെമിസ്ട്രി 42, മാത്സ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളെപ്പോഴും അപ്പോൾ നമ്മൾ രസിക്കുകയാണ്. മറ്റേ നമുക്ക് രസമില്ല. അപ്പോൾ രസച്ചറിട്ട് പൊട്ടിപ്പോയാൽ നമ്മൾ BEd തന്നെ, ഞങ്ങൾ BEd എന്ന് പറഞ്ഞ സംഭവം തന്നെ, ആ BEdൻ്റെ ആ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ആ രസച്ചറിട്ട് നമുക്ക് കിട്ടിയിട്ട് അത് ഒഴിവാക്കി പോകുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വേണ്ട എന്ന് പറയും. പക്ഷെ ഇതൊക്കെ കുട്ടികൾക്ക് ഗുണമായി മാറിയിട്ടുണ്ട്. ആ അറിവിൻ്റെ ലോകം, അതേപോലെയുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ ഒക്കെ തുടങ്ങാം. അതേപോലെ നാടകം, പല നാടകങ്ങൾ ഇവിടെ സബ് ജില്ലയിൽ, ജില്ലാതലത്തിൽ വരെ നിങ്ങളുടെ നേതൃത്വത്തിൽ കുട്ടികളൊക്കെ അതിനുവേണ്ടി കീശയിൽ നിന്ന് വരെ പണം എടുത്ത് കുട്ടികളെ ആ നാടകത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഉള്ള ആ ഒരു എനർജി നമ്മുടെ സ്കൂളിന്, ആദ്യത്തെ മാതൃ സ്കൂൾ എന്ന നിലയിൽ ഈ സ്കൂളിന് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അത് പിന്നീട് പോയ സ്കൂളുകളിൽ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ പലപ്പോഴും ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയാൽ ഞാൻ അതിന് സന്തോഷിക്കുക. നമ്മൾ പറയല്ലോ നന്ദി ആരോട് ചൊല്ലേണ്ടെന്ന് പറഞ്ഞ പോലെ അതെനിക്ക് കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഞാൻ കരുതാറ്.
ഈ നാടകത്തിലൂടെ സംഭവങ്ങളായാലും ഈ അറിവിൻ ലോകമായാലും അതിലൂടെ ഞാൻ കൂടുതൽ പഠിക്കുക, എനിക്ക് കൂടുതൽ അപ്പോൾ എനിക്ക് നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഒരു മൈതാനത്ത് ഇഷ്ടമുള്ളൊരു കളിക്കാൻ അവസരം കിട്ടുമ്പോൾ ആ കളിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്ന പോലെ തന്നെ ഈ ഓരോ അവസരത്തിലും ഞാനത് സന്തോഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നാടകമായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഞാനത് കാണുന്നത്. അത് എന്നിലൂടെ അത് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ത്രില്ല് നമുക്ക് ഇല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി ചെയ്യാണല്ലോ. ഇതിലൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പോയ ഈ സ്കൂളിന് ശേഷം ഞാൻ മാവൂർ സ്കൂളിൽ അവിടെ പോയപ്പോൾ അവിടെ ഈ നാടകവും സംഭവങ്ങളൊക്കെ ആയിട്ട് അവിടെ മുഴുകാനുമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മലാവൂർ സ്കൂളിലോ നാടകങ്ങൾക്ക് വിളിക്കും. ഈ സ്പോർട്സിൽ അവിടെ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഗ്രൗണ്ട് പോലില്ലെങ്കിലും അവിടെ ചെറിയ പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈ എടുത്തിട്ട് ഞാൻ തന്നെ കൂടുതൽ പൈസ മുടക്കിക്കൊണ്ട് മുൻകൈ എടുത്തുകൊണ്ട് കുട്ടികളുടെ സ്പോർട്സ് നടത്തി അവിടെ അവരും പറയും. പിന്നെ മർക്കസിൽ പിന്നെ ഈ നാടകം എന്ന് പറയുന്ന നിങ്ങൾക്ക് അറിയാൻ മതിയോ, ഈ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലൊക്കെ നാടകത്തിന് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല പൊതുവെ. അതുകൊണ്ട് അവിടെ പിന്നെ ഞാൻ ഇവിടെ ഒരു ചൊല്ലുണ്ട്, ചേരനത്തിൽ നിന്ന് നാട്ടിൽ പോയാലും ചേരൻ നടുക്കട്ട് നിന്ന പോലെ ഓരോ സ്ഥലത്തും നമ്മൾ എന്താണോ എവിടെയാണോ അതും കൂടെ നമ്മൾ അറിവ് മാത്രമേ ഉണ്ടായ ഒരു കാര്യം. അപ്പം നമ്മൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും മികച്ച എപ്പോഴും എൻ്റെ മനസ്സിൽ ഈ രസകരമായ ഒരു സ്വതന്ത്രമായിട്ട് പല കലാലയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഈ സ്കൂളാണ് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എൻജോയ് ചെയ്ത സ്കൂൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടാവും. കാരണം ഈ സ്കൂളുകാർ അത്രയും ബന്ധമല്ല. ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്. ഈ സ്കൂൾ മുറ്റത്തു നിന്നാണ് ഞാൻ സൈക്കിൾ ഓട്ടാൻ വേണ്ടി പഠിച്ചത് ആദ്യമായിട്ട്. പിന്നെ ഞാൻ സ്കൂളിൽ ഞാൻ പിന്നെ 5, 6, 7 ആണ് ഇവിടെ പഠിച്ചത്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ സ്കൂൾ മൈതാനങ്ങൾ ഒഴിഞ്ഞെടുക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ വീട് ഈ സ്കൂൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ വരുന്ന സമയത്ത് ഇവിടെ തിലകേട്ടൻ തന്ന ആളുണ്ട്. തിലകേട്ടൻ പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ സൈക്കിൾ പഠിച്ചു വന്നപ്പോൾ ആ മുമ്പ് ഇപ്പം പഠിച്ചാളാണ് മുമ്പ് ഒരു വാടക സൈക്കിൾ എടുത്ത് പോയോ. അങ്ങനെ തിലകേട്ടൻ്റെ കൂടെ ഞാൻ സ്കൂൾ മറ്റത്ത് കൂടെ ഇങ്ങനെ സൈക്കിൾ ഓട്ടാൻ പഠിച്ചത് ഇപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. തിലകേട്ടൻ കടയിൽ പറയുന്നത് ഞാൻ എന്തുകൊണ്ടും ഇനി സ്കൂളിൻ്റെ പണ്ടൊരു കബഡി എന്നാൻ വേണ്ടി കബഡി പഠിച്ചത്. പിന്നെ സ്കൂളിൻ്റെ അടുത്തൊരു ഇസ്ക്രേൻ്റെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിൽ നിന്ന് പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ അന്ന് എനിക്ക് വായിക്കാൻ വായനശീലം വളർന്നത്, പിന്നെ കവിത ചൊല്ലാനുള്ള സംഭവങ്ങൾ. അങ്ങനെ ഈ സ്കൂളിൻ്റെ ഹൃദയത്തിൽ എപ്പോഴുള്ള ആ ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് സ്കൂളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിന് അന്ന്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇപ്പോൾ റിട്ടയർ ചെയ്തതിനെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നിയ വിഷമം അനുഭവിച്ചത് 2014 ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നൊരു സമയത്ത്. ഇപ്പം എനിക്കാണ് പിന്നെ അത് ഇറങ്ങി ആ സമയത്ത് പിന്നീട് ഞാൻ പോയ സ്കൂളുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് ചോദിക്കാൻ വിചാരിച്ചത് ഈ അതെങ്ങനെ തരണം ചെയ്തു എന്നതാണ് ആ വിഷമം. പിന്നെ അതെ പുറത്തേക്ക് പോയി മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുമ്പോൾ അവിടെ എങ്ങനെ പൊരുത്തപ്പെട്ട് പോവാന്നുള്ള ഒരു വലിയ അവിടെ ഞാൻ എന്റേതായ ചില സ്വകാര്യമായ ചില കാര്യങ്ങള് സന്തോഷങ്ങള് അതായത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് ക്ലാസ് എടുത്തുകൊണ്ട് അങ്ങനെ ക്ലാസ് തന്നെ നാടകം ഇല്ലെങ്കിൽ പോലും ക്ലാസ് നാടകീയ രൂപത്തിൽ എങ്ങനെ ആലോചിച്ചുകൊണ്ടു അങ്ങനെ നിരവധി ഓരോ പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് പിന്നെ പുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് വായനയോട് മാറ്റുക അങ്ങനെയൊക്കെ ആയിരിക്കും ഞാനതൊക്കെ തരണം ചെയ്ത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ സ്കൂളിൽ പോയത് എനിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടി എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ കാണുന്നത്. അന്നത്തെ ആ ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും ആ വിഷമം ഞാൻ പിന്നെ തരണം ചെയ്തത് കാരണം അവിടെ കൂടുതൽ ആളുകളെ പരിചയപ്പെടുന്ന അവസരവും അങ്ങനെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ഞാൻ ആ തരണം ചെയ്തത് എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. ഞാൻ പിന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുക എന്ന് വിചാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല. അറ്റ് പ്രസന്റ് ഇപ്പോൾ ഉള്ളത് തന്നെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് വളരെ അധികം താല്പര്യമുള്ള സംഭവമാണ് ഈ വൃക്ഷങ്ങളിലെ വൃക്ഷത്തൈകൾ ഇങ്ങനെ നട്ട് വളർത്തുക, ചെടികളെ പിന്നെ സംരക്ഷണം കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ചെടി. ആ ചെടി ഇപ്പോഴും മാഷം നട്ട് ചിരിക്കുന്ന മാതിരി തന്നെ ഉണ്ടാവും. അതെ അതിപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ നമ്മളെ പിന്നെ ഒരു ബിസിനസ് ഫാമിലി ആയിരുന്നു. അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ കാരണം അച്ഛനൊരു പച്ചക്കറി കച്ചവടക്കാരാണ്, ജ്യേഷ്ഠന്മാരാണത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിലൊക്കെ ഇപ്പോഴും നമുക്ക് അവിടെ സഹായിക്കാനുള്ള അവസരങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും പിന്നെ സഹായിക്കാം. പിന്നെ കുടുംബ കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ആകാശ് കാര്യങ്ങളിൽ ആകാശ് നമ്മളൊരു ഉത്തരമാണ് ആകാശിന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടും അങ്ങനെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കഴിയും.
അപ്പോൾ അതുകൊണ്ട് അത് റിട്ടയർമെന്റിന് ശേഷം എന്ത് എന്നൊരു ചോദ്യവും ഇല്ല. അത് കാര്യങ്ങളിങ്ങനെ ചെയ്ത് പോവാണ്. അല്ല, എനിക്ക് തോന്നുന്നത് ഹരീഷ് മാഷ് ഒന്നും കൂടി കുറച്ച് ആകാശിന്റെ വരവിന് ശേഷമാണ് തോന്നുന്നത് കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും അതൊരു നിമിത്തമാണ്. കാരണം നമ്മളെ ഓരോ ആളുകൾക്കും ചില ആളുകളെ സ്വാധീനം. ഞാൻ ആകാശ് ഈ സ്കൂളിൽ പഠിച്ചത്, പിന്നെ അതുപോലെ ആകാശിൻ്റെ മാനവർമ്മ സ്കൂളിൽ അതെനിക്ക് തോന്നുന്നത് ഓരോ കാര്യങ്ങളും ഞാൻ കൂടുതൽ ആക്റ്റീവായിട്ട് കുട്ടികളെ കാര്യം രസിക്കാൻ വേണ്ടി. ഇപ്പം എനിക്കറിയാം, പിന്നെ ഞാനും ബെയ്ത്തുമാഷും ഒക്കെ ഉള്ള സമയത്ത് പിന്നെ ഞങ്ങൾ ഈ കോഴ്സിനൊക്കെ പോകുന്ന സമയത്ത് രണ്ടുപേരും ഹിന്ദിയിലെ പാട്ടുകളൊക്കെ പാടും. അങ്ങനെ ഒരു മാമാജി എക്കിലൂടെ തോന്നുന്ന ഒരു ഭയങ്കര പാട്ടുണ്ടെങ്കിൽ അതിന് പാടുമ്പോൾ ആകാശക്ക് ഇപ്പോഴും ആ പാട്ട് പാടും. അതിന് പ്രത്യേകിച്ച് പിന്നെ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഈ സ്കൂൾ പഠിക്കുമ്പോൾ അത് എടുത്ത് പറയാവുന്ന കാര്യം തന്നെ പലരും ആയിട്ട് നമുക്ക് എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് പോലും. ശരിക്കും നമ്മൾ പിന്നെ ഞാനിവിടെ പിന്നെ ഞാനും പെയ്ത്തുമാഷും ശരിക്കും ഇന്ത്യക്ക് ഉപരിയായിട്ട് സ്പോർട്സ് കാര്യങ്ങൾ. അപ്പം ഞാൻ പോയാലും ആ സംഭവങ്ങളൊക്കെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും കളി സംഭവങ്ങൾ. അപ്പം നമ്മളിവിടെ നമ്മളെ അഭാവം വളരെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവിടെ ആ ഒരു രീതിയിൽ ആ പെരുമാഷമുള്ള ആ ഒരു എന്താണ് ആത്മാർത്ഥമായ ഇടപെടലും. ഞാൻ ലാസ്റ്റ് നടന്നേ ഈ നോമ്പിന്റെ കാരണം തന്നെ ഞാൻ സ്റ്റാഫ് കേട്ടിട്ടുണ്ട് ആ എന്തായാലും ഞാൻ തന്നെ നടത്തുന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിന്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പെരുമാഷ് പ്രത്യേകമായിട്ട് പ്രശംസിച്ചു കാര്യങ്ങൾ കൊണ്ട്. ഞാനുള്ള സമയത്ത് ഇങ്ങനെ നോമ്പ് അറിഞ്ഞില്ല. അപ്പോൾ അതൊക്കെ ഒരു മാറ്റമാണ്. അപ്പം അങ്ങനെ ഓരോരുത്തരും നമ്മളൊരാൾ എന്നുള്ള രീതിയില്ല, മറ്റുള്ളവർ കൂടെ എനർജി വരുമ്പോഴാണ് നമ്മൾ ഒരു മുന്നോട്ടേക്ക് പോകുന്നത്. ഹരീഷ് മാഷ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ ഹരീഷ് മാഷ് വിലപ്പെട്ട സേവനം നമ്മൾ ഇനി ആവശ്യപ്പെടും. തീർച്ചയായിട്ടും സേവനം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. മാഷ് പലർക്കും പിരിഞ്ഞു പോകുന്ന സമയത്ത് ചിലവർക്ക് വർത്തമാനം സംസാരിക്കാൻ, അഭിസംബോധന ചെയ്യാൻ കഴിയാതെ വളരെ വിഷമത്തിൽ, അതായത് സഹപ്രവർത്തകർക്ക് വിട്ടുപിരിയുക എന്നുള്ളൊരു വിഷമത്തിൽ പല കാര്യങ്ങളും സംസാരിക്കാൻ കഴിയാത്തവരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് പല സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷമം ഈ ജോലിയിൽ നിന്ന് പോകുമ്പോൾ, നാളെ മുതൽ എനിക്ക് ഈ ജോലി കഴിഞ്ഞല്ലോ, ഈ കുട്ടികളുടെ ഒന്നും ഇനി പഠിപ്പിക്കാനുള്ള അവസരം എൻ്റെ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു വിഷമം അങ്ങേക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു കാലഘട്ടം ആലോചിക്കുക. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഉയർന്ന മാർക്ക് വാങ്ങി നേടിയാൽ പോലും നമുക്കൊരു ഉയർച്ചയാണ് അടുത്ത കോളേജിലേക്ക്. എങ്കിലും നമ്മൾ ആ കൂട്ടുകെട്ട്, ആ ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ വിടുമ്പോൾ ഏതൊരു മനുഷ്യനും അയാൾ ഇല്ല എന്ന് പറഞ്ഞാലോ അയാൾ സ്വയം അയാളെക്കൊണ്ട് പറ്റിക്കുകയാണ്. അതേപോലുള്ളൊരു സംഭവം എനിക്കുണ്ട്. പക്ഷെ ഞാൻ പിന്നെ അത് എന്ന് വെച്ചിട്ട് അവിടെ തൊട്ട ഉടൻ തന്നെ ഞാൻ ആ നെഗറ്റീവ് അങ്ങനെ സംഭവം ഞാൻ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ ആലോചിക്കും. ഇത്രയും വർഷം ഞാൻ പൂർത്തീകരിച്ചത് കൊണ്ടാണല്ലോ എനിക്ക് റിട്ടയർ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എൻ്റെ ഉയർച്ചയാണ്. അപ്പോൾ ആ രീതിയിൽ റിട്ടയർമെൻ്റ് ഒരു സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ രണ്ടും കൂടെ കൂടിയേ. ഇപ്പോൾ നമ്മളിപ്പോൾ സയൻസിൽ നിങ്ങൾ പഠിച്ച പോലെ ഒരു കാന്തത്തിന് 2 ധ്രുവമുണ്ട് നമ്മൾ പഠിച്ചത്. അങ്ങനെ ഫിസിക്സിൽ ഒരു നോർത്ത് പോള്, സൗത്ത് പോള്. ഈ സൗത്ത് പോൾ അതിൻ്റെ ഒന്ന് മാറ്റാൻ കഴിയില്ല. അതുപോലെ മനുഷ്യർക്ക് ദുഃഖവും സുഖമുണ്ട്. അവരെനിക്ക് സന്തോഷമുണ്ട്, ദുഃഖമുണ്ടെങ്കിൽ സംയോജിച്ച വികാരത്തിന് അടിയപ്പെട്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഞാനും കാര്യമൊന്നും എനിക്ക് പറയാൻ കഴിയില്ല, എങ്കിലും ഞാൻ ഇതിൽ സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് സ്വയം എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. കാരണം ഒരു ഉയർച്ചയാണല്ലോ നമ്മളൊരു. കാരണം ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ഒരു പുതിയ ഫലം. ഞാൻ എന്നെ തന്നെ ഒരു മരത്തിനോടാണ് സാധിച്ചത്. ഒരു വളർന്നു വരുന്നൊരു മരം. ഞാൻ എൻ്റെ LP വിദ്യാഭ്യാസം ഒരു മരത്തിൻ്റെ ആ LP വിദ്യാഭ്യാസത്തിൽ 1 മുതൽ 4 വരെ പഠിച്ച നെല്ലിക്കോട് സ്കൂളിൽ ഒരു ഇലയായിട്ടാണ് പഠിപ്പിക്കുക. ഈ 4-ന് അതിനുശേഷം പിന്നെ 5, 6, 7 ഇവിടെ പഠിച്ചപ്പോൾ UP വിദ്യാഭ്യാസം. അപ്പോൾ അതിന് UP എന്നുള്ളൊരു വേറൊരു ഇല. ആ UP തന്നെ ഇവിടെ ഒരു സ്കൂളിൽ ആയ സമയത്ത് അവിടെ ആ സ്കൂളിൽ ഒരു പൂവായിട്ടും അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 8, 9, 10 സേവിയർ സ്കൂളിൽ. അവിടുന്ന് ശേഷം ഞാൻ PDഗ്രി സാമൂഹ്യത്തിലേക്ക് അങ്ങനെ. പക്ഷെ അത് ഉയർച്ച ഉണ്ടാകുമ്പോൾ നമുക്കറിയാം സന്തോഷമുള്ള കാര്യമാണ് നമ്മളവിടെ PDഗ്രി പഠിക്കാൻ ഏറ്റവും സന്തോഷം. അതുപോലെ റിട്ടയർമെൻറ്റ് ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഈ സംഭവങ്ങൾ, ഈ സംഭവങ്ങളില്ലാത്ത സ്വതന്ത്രമായി നമ്മളെ കാര്യങ്ങൾ പറയാനുള്ള സമൂഹത്തിന് കാര്യങ്ങൾ വളരെ സന്തോഷമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ എങ്കിലും റിട്ടയർ അധ്യാപകരും നമ്മളുണ്ടല്ലോ. നമ്മളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാവും പലപ്പോഴും. നമ്മൾ പോകുമ്പോൾ, കാരണം നമ്മൾ അറിയപ്പെടുന്നവരാരുമില്ല, എങ്കിലും നമുക്കിവിടെ ഇപ്പം കുറേ സുഹൃത്തുക്കളൊക്കെ നമുക്ക് വേണ്ടി. എന്നാലും ഒരു റിട്ടയർഡ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പലപ്പോഴും റിട്ടയർഡ് എന്ന് പറയുന്നതിനെ വരില്ല. ആ ഒരു രീതിയാണ് എനിക്ക് ഈ അവസരത്തിൽ. ഈ അധ്യയന
കാലത്ത്, അതായത് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും അങ്ങ് സന്തോഷത്തിൽ തന്നെയാണ്, എനർജറ്റിക് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം തോന്നിയ നിമിഷം ഏതാണെന്ന് ഓർത്തെടുക്കണം. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം ഞാൻ ഈ സ്കൂളിൽ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം നേടിയ ഒരു നിമിഷം എന്ന് പറയുന്നത്, കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ആലോചിക്കുക, ഇവിടെ ഒരു പിന്നെ നശിച്ചു പോകാൻ, ഉണങ്ങിപ്പോകാൻ പോയൊരു മരം ഉണ്ടാവും. ലവലോ എന്ന് പേരിൽ പറന്ന പ്രദേശത്ത് ലവലോ, അതിന് വെള്ളം കോരി ഒഴിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അതെനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ ആ മരത്തിന് ഈ അടുത്ത് ഞാൻ ഈ പിന്നെ സ്കൂളിൽ പിന്നെ ക്ലാസ്സിന് വേണ്ടി വന്നപ്പോൾ ടീച്ചർ വിടില്ല. ടീച്ചർ ഞാനിപ്പം വരാം കുറച്ച് കഴിയുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മരത്തിന് ചൂടിലൊക്കെ നിൽക്കുകയും സ്വയം ഓരോ വീഡിയോ എടുക്കുകയും ആ മരം എന്നോട് സംസാരിക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇവിടെ പാർക്ക് വന്ന സമയത്ത് ആ മരം ഉണങ്ങി പുഴയൊക്കെ ഉണങ്ങി നശിച്ച് പോയിട്ട്, അപ്പോൾ ഞങ്ങളെ മോഹൻമാഷ് നമ്മളെ പരിസ്ഥിതിൻ്റെ ഒരുപാട് മരങ്ങൾ അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ആ രീതിയിൽ വളരെയധികം എന്താണ് നമുക്ക് ആലോചിക്കുന്നതിന് മോഹൻമാഷൊക്കെ ഓർമ്മ വരും. പക്ഷേ എന്നാലും എനിക്ക് മരത്തിനോട് ഭയങ്കര ഇഷ്ടം. അതേപോലെ തന്നെ മോഹൻമാഷ പോലെ തന്നെ എനിക്ക് ഒരു ചെടി നശിക്കരുത് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ പാർക്ക് വന്ന് ഈ മരം ഉണങ്ങി, അപ്പോൾ മാഷിനോട് നിർദ്ദേശം പറഞ്ഞു, ഇനി അത് ഉണ്ടാവില്ല ഹരീഷ് മാഷ്, എന്തൊക്കെ ഒരു കാര്യമില്ല, അതങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്, വേറൊരു മരം അവിടെ നടാറുണ്ട്. അപ്പോഴും എനിക്ക് മനസ്സിലൊരു വേലാറ് ആ മരം. അന്നാണ് ഇങ്ങനെ 6ാം ക്ലാസ്സിൽ മരത്തിനോട് സംസാരിക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ ഒരു പാഠം, അത് ഓർമ്മയുണ്ടാവും. ഉണ്ണിക്കുട്ടന് ഈ കിടികളും ആ മരങ്ങളോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നേരെ ക്ലാസ്സിൽ പോയിട്ട് ആ മരം എന്തോന്ന് പറയുമല്ലോ മക്കളെ എന്താണ്. അപ്പം അങ്ങനെ അഭിനവ് എന്നൊരു കുട്ടി, ആ അഭിനവ് ആ മരത്തിനെ കുറിച്ചിട്ട് മരം പിന്നെ അങ്ങനെ മരക്കാരും കൊടുത്താണ്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, അഭിനവും ആ മരത്തിന് രക്ഷപ്പെടുത്തുന്നു. ആ സാർ എന്തോ വൈകുന്നേരം കൂടെ നനയ്ക്കായിട്ട് വരും. അങ്ങനെ അഭിനവും കൂട്ടുകാരും ഞാനും ഉൾപ്പെടെ ആ മരത്തിന് ഇങ്ങനെ നനയ്ക്കാൻ തുടങ്ങി. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിന് തടുവിട്ട് വന്നു. അത് വലിയൊരു ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റാണ് ആ സമയം. അതൊന്ന്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഗ്രേത്മാഷ്, അതായത് നിങ്ങളവിടെ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ഇങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൽ കളികളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാം, നമുക്ക് ലോകകപ്പിൻ്റെ ഉപകരണം നടത്തുന്നത് മാഷ് അത് ഏറ്റെടുക്കുകയും നമ്മൾ അങ്ങനെ നടത്താൻ അങ്ങനെ ഓരോ ക്ലാസ്സിലും അർജന്റീന ബ്രസീൽ ജേഴ്സി ടൂർണമെൻ്റൊക്കെ നടത്തിയ അതൊരു ഭയങ്കര ഒരു മൊമെന്റ്, ആ ത്രില്ല്. അതേപോലെ തന്നെ സ്കൂളിൽ ഇങ്ങനെ ബസ് വാങ്ങണമെന്നുള്ളൊരു ഭയങ്കര ചർച്ച വരികയും അങ്ങനെ ബസ്സിന്റെ ഭാഗമായിട്ട് സ്കൂൾ ബസ്സിന്റെ ആദ്യ അനൗൺസ്മെന്റ് ഞാൻ മൈക്കില് സ്കൂൾ ബസ്സിന് 1ാമത്തെ ട്രിപ്പിന് പോകേണ്ടവർ ഓഫീസ് റൂമിൽ എത്തിച്ചേരുക ആ അനൗൺസ്മെന്റ് ചെയ്ത് ഇങ്ങനെയുള്ള ഓരോ ഭയങ്കര അങ്ങനെ ഒന്നല്ല ഒരുപാട് ഭയങ്കരമായ മൊമെന്റ്സുകൾ. ഇപ്പൊ നാടകം 4 നാടകം 4 ദിവസം ഉണ്ടാക്കി 4 നാടകം, ഈ സബ്ജിതേനെ വരെ 2 നാടകമുള്ളൂ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് അനുഭവങ്ങളും സംഭവങ്ങളും ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. ഇതൊക്കെ എടുത്തു പറയുന്ന ഈ സംഭവങ്ങളൊക്കെയാണ് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയിൽ ചോദ്യത്തിലൂടെ എനിക്ക് കടന്നു വന്നത്. ഏതായാലും പ്രശസ്തമായ സേവനത്തിന് ശേഷം ഒരുപാട് കുട്ടികളെ അറിവിൻ്റെ ലോകത്തേക്ക് പിടിച്ചുയർത്തി, അതേപോലെ പ്രകൃതിയെയും വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയൊക്കെ സ്നേഹിച്ച് ഈ പടി ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു റിട്ടയർമെൻറ്റ് ചെയ്ത് ആശംസിക്കുകയാണ്. ഇനിയും പ്രകൃതിയെയും അതേപോലെ സമൂഹത്തിനൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. 22 വർഷത്തെ അധ്യാപന ജീവിതമാണ് അല്ലേ? അപ്പൊ 2 വിദ്യാലയങ്ങളിലായിട്ടാണ്. ഇതാണ് നിങ്ങളുടെ മാതൃവിദ്യാലയം. ഈ മാതൃവിദ്യാലയത്തിൽ നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം, നിങ്ങൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ അങ്ങനെ ശരിക്കും ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു അധ്യാപകനായിട്ട് ഈ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് ഞാനൊരു വിദ്യാർത്ഥിയായ ഒരു ലൈഫ് ഞാനിപ്പോഴും മനസ്സിൽ കാണും. ഈ വിദ്യാലയത്തിൽ അതായത് ഞാൻ 4 വരെ നെല്ലിക്കോട് LP സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം 5ാം ക്ലാസ്സിൽ 5, 6, 7 ഈ സ്കൂളാണ് എൻ്റെ. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ അധ്യാപകനായിട്ടുള്ളൊരു മാതൃവിദ്യാലയത്തിൽ ഉപരിയായിട്ട് ഈ സ്കൂൾ ശരിക്കും എനിക്കൊരു അമ്മയുടെ സ്ഥാനം തന്നെയാണുള്ളത്. കാരണം ഈ സ്കൂൾ മുറ്റത്ത് പിന്നെ ഒരുപാട് അനുഭവങ്ങൾ, കാരണം ഈ ഒരു ഏറ്റവും മറക്കാനാവാത്ത സ്കൂൾ മുറ്റത്ത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്ന് രുക്മിണി ടീച്ചർ, മലയാള അധ്യാപിക രുക്മിണി ടീച്ചർ പിന്നെ ഒരു വരികാ വാർത്തകളെ ഒരു കവിതയാണ് എടുക്കുന്നത്.
അപ്പോൾ എനിക്ക് ആ കവിത പിന്നെ എന്നോട് പറഞ്ഞ പിന്നെ ആരാണ് കവിത ചെല്ലുക ടീച്ചർ ഞാൻ ചെല്ലാറുണ്ട്. അത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ 7ാം ക്ലാസ് ആളിൽ ഈ തട്ടുകളൊന്നുമില്ല. ഓരോ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ് ഇങ്ങനെ ഈ ക്ലാസ്സിൽ നിന്ന് ആ ക്ലാസ് വരെ കാണാം. അതൊക്കെ ഞാൻ അവിടുന്ന് ആ വരി കവിത വരികാവ തിങ്കളെ താഴ്ത്തു വരിക നീ പെരിയ തങ്കത്തിൻ്റെ നെറ്റിനെ ചുംബിച്ചാലും ആ വരികൾ ഇപ്പോഴും എനിക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട വരികളൊക്കെ ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ആ കവിത ചൊല്ലുന്ന സമയത്ത് മൊത്തം ക്ലാസ് എല്ലാ ക്ലാസ്സിലും കുട്ടികൾ സൈലൻ്റ് ആയിട്ട് അങ്ങനെ ടീച്ചർ പ്രത്യേക പ്രശംസ എനിക്ക് കിട്ടിയാണ്. അതെൻ്റെ ഈ സ്കൂളിൽ അധ്യാപനാകുമ്പോൾ മറക്കാനാവാത്തൊരു അനുഭവം ഒന്നും മനസ്സിലായി. അറ്റാച്ച് ഭയങ്കര അറ്റാച്ച്. മാത്രമല്ല ഞാൻ 7ാം ക്ലാസ്സിൽ 7B പഠിച്ചത്. അപ്പോൾ 7B പഠിക്കും ഭാഗ്യസൂത അങ്ങനെയുള്ള ചില ആളുകളൊക്കെ പിന്നെ എന്നോട് പറഞ്ഞ് ഞാൻ വലിയ പഠിപ്പായിട്ട് നമുക്ക് നടന്നില്ല. അത്യാവശ്യം ആവറേജ് ആണ്. റാങ്ക് അന്നൊക്കെ റാങ്ക് ഉണ്ട്. റാങ്കിലൊക്കെ എനിക്കൊരു 14 റാങ്ക് എനിക്ക് കിട്ടാറ്. പക്ഷെ എന്തോ വായസോനൊക്കെ പറഞ്ഞു എടാ ഹരീഷ് ഈ സ്കൂളിൽ അയക്കുമെന്ന്. ഞാനന്ന് ചെറിയൊരാളാണ്. കുട്ടികളൊക്കെ എന്നെ ചോട്ട കളിക്കേണ്ടി. എനിക്ക് ഇതാണിത് ദേഷ്യം പിടിക്കും ചോട്ട കളിക്കും. പക്ഷേ ഈ ചോട്ട കളി ഒഴിവായത് എങ്ങനെയാ വെച്ചാൽ എന്നെക്കാളും ചെറിയൊരു വിനോദം അവിടെ നിന്ന് ചേർന്നു. അപ്പോൾ എന്നെക്കാളും ചെറുതാ എന്നെ ഒഴിവാക്കി. അങ്ങനെ ഞാൻ സ്കൂൾ ലീഡർ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ മത്സരിക്കുന്ന സമയത്ത് വായസൂരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. സ്കൂൾ ക്ലാസ്സൊക്കെ അലങ്കരിക്കലും അങ്ങനെ സ്കൂൾ ലീഡറെ തന്നെ വോട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് അങ്ങനെ സ്കൂൾ വോട്ട് എനിക്ക് ഞാൻ ജയിച്ച് കുട്ടികളെ കൂടെ തോളിലേറ്റിയിട്ട് ഞാൻ താമസിക്കുന്ന വീട് വരെ കൊണ്ടുപോയി. അതെന്നെ മറക്കാൻ കഴിയാത്തില്ല. അപ്പോൾ ഞാൻ അധ്യാപകനായതിനപ്പുറമായത് കൊണ്ട് എനിക്ക് ഈ സ്കൂളിനോടുള്ള അറ്റാച്ച്മെന്റ് നേരത്തെ ബേത്തുമാഷ് ചോദിച്ചപ്പോൾ തന്നെ ഈ സ്കൂൾ മറ്റത്തിൽ നിന്നാണ് ഞാൻ സൈക്കിൾ ഓട്ടാൻ പഠിച്ചത്. തിലകേട്ടനാണ് എന്നെ സൈക്കിൾ പഠിപ്പിച്ചത്. പിന്നെ ഈ സ്കൂളിൽ മറ്റൊരു അനുഭവം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മരങ്ങളായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ അതുപോലെ ചോദ്യോത്തര പെട്ടിയിലെ 1000 ചോദ്യങ്ങൾ ഇവിടെ അങ്ങനെ മൊത്തത്തില് പിന്നെ ഉണ്ടായ ചില കലഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായ ചില കലഹങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പിന്നെ എല്ലാം ഒരേ രീതിയിലുള്ള ഇത് പോവുക. പക്ഷേ നമ്മൾ എനിക്ക് തോന്നുന്നു ലൈഫിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ അറിവുകൾ നേടി നമ്മൾ സ്വയം ഒരു എന്താണ് ഈ ഉരയ്ക്കുന്നതിനനുസരിച്ച് പൊന്നിങ്ങനെ ഉരയ്ക്കുന്നതിനനുസരിച്ച് കൂടുതൽ തിളങ്ങുമെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ മനുഷ്യരിലും നല്ലതും ചീത്തയുള്ളത് പോലെ എൻ്റെ മനസ്സിലും അതൊക്കെ എൻ്റെ കഴിവിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാനിങ്ങനെ ഉരച്ചുരച്ച് എപ്പോഴും നന്നാക്കാൻ വേണ്ടിയുള്ള ശ്രമം എപ്പോഴും തുടരുകയാണ്. അപ്പൊ വളരെയധികം സന്തോഷവും ഐശ്വര്യപൂർണമായ ഒരു റിട്ടയർമെന്റിലേക്ക് പിന്നെ തീർച്ചയായിട്ടും